കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് ആണ് പഠിച്ചത്. ഇനി അടുത്ത ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസിൽ തന്നെ ഒരു ചെറിയ കാര്യം കൂടെ പറയാനുണ്ട്. പിന്നെ ഹാഫ് ലൈഫ് റിയാക്ഷനെ കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇനി കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഒരു പെർഫെക്റ്റ് ഗ്യാസ് റിയാക്ഷനാണ്. അതായത് ഒരു ഗ്യാഷ്യസ് റിയാക്റ്റൻ്റ് എ റിയാക്ട് ചെയ്തിട്ട് രണ്ട് ഗ്യാഷ്യസ് പ്രോഡക്റ്റ് ഉണ്ടാവുകയാണ് B+C. അപ്പോൾ പെർഫെക്റ്റ് ഗ്യാഷ്യസ് റിയാക്ഷൻ ആണ്, അതായത് റിയാക്റ്റൻറ്റും ഗ്യാസ് ആണ്, ഉണ്ടാകുന്ന പ്രോഡക്റ്റും ഗ്യാസ് ആണ്. അപ്പോൾ ഈ ഒരു റിയാക്ഷനിൽ നമുക്ക് കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നതിനേക്കാൾ കൂടുതൽ എളുപ്പമായിട്ട് പ്രഷർ മെഷർ ചെയ്തുകൊണ്ട്, അതായത് റിയാക്റ്റൻ്റായ എയുടെയും പിന്നെ ബിയുടെയും സിയുടെയും ഒക്കെ പ്രഷർ മെഷർ ചെയ്താൽ കൂടുതൽ നന്നായിട്ട് റേറ്റ് കോൺസ്റ്റന്റ് കണ്ടെത്താൻ കഴിയും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നതെന്ന് നോക്കാം. സപ്പോസ് നമ്മൾ എടുത്തിരിക്കുന്ന റിയാക്റ്റൻ്റ് എ, അതായത് നമ്മൾ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്, ആ സമയത്ത് ടൈം 0 ആണെന്ന് എടുക്കാം നമുക്ക്. അപ്പോൾ ആ സമയത്ത് എയുടെ കോൺസെൻട്രേഷൻ അല്ല പ്രഷർ, ഇനീഷ്യൽ പ്രഷർ PI ആണെന്ന് കരുതുക. ആ സമയത്ത് ബി ഉണ്ടായിട്ടില്ല, അത് 0 ആണ്. സി ഉണ്ടായിട്ടില്ല, കാരണം റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. T 0 ആണ്. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയത്തിന് ശേഷം ആഫ്റ്റർ T സെക്കൻഡ് സമയം കഴിഞ്ഞു. T സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര ആവാം, 10, 20, 30 എത്ര ആയിക്കോട്ടെ. ഒരു കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ എയുടെ കോൺസെൻട്രേഷനും ബി എത്രയുണ്ട് സി എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ സപ്പോസ് എക്സ് എന്നുള്ള പ്രഷർ, എയുടെ എക്സ് എന്ന പ്രഷർ റിയാക്ട് ചെയ്ത് പോയി. അപ്പോൾ ആദ്യം എടുത്തത് PI എന്നതായിരുന്നു എയുടെ പ്രഷർ. ഇപ്പോൾ അത് റിയാക്ഷൻ T സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം എക്സ് റിയാക്ട് ചെയ്ത് പോയി. അപ്പോൾ എ എത്ര ബാക്കി വരും, എത്രയായിരിക്കും പ്രഷർ? PI മൈനസ് എക്സ് ആണ് ഇപ്പോൾ എയുടെ പ്രഷർ. ഇനി നിങ്ങളുടെ ഇക്വേഷൻ അനുസരിച്ച് നിങ്ങൾക്കറിയാം, ഒരു എ റിയാക്ട് ചെയ്ത ഒരു ബിയും ഒരു സി ആണ് കിട്ടുന്നത്. അപ്പോൾ എക്സ് പ്രഷർ എ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ബിയും ഉണ്ടാവും, എക്സ് സിയും ഉണ്ടാവും. അപ്പോൾ എക്സ് ബിയുടെ അളവ് എത്രയാണ്? T സെക്കൻഡിന് ശേഷം എക്സ് ആണ്. സി എത്ര തന്നെയാണ്? എക്സ് ആണ്. ഇത്രയും പ്രഷർ ബി ഉണ്ടായിട്ടുണ്ട്, സി ഉണ്ടായിരിക്കുന്ന സിയുടെ പ്രഷറും എക്സ് ആണ്. ഇനി നോക്കിക്കോളൂ, PI എന്ന് പറയുന്നത് ഇനീഷ്യൽ ആയിട്ടുള്ള പ്രഷറാണ്. ഇനീഷ്യൽ പ്രഷർ, അതായത് റിയാക്ഷൻ തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന പ്രഷറാണ്, എയുടെ പ്രഷറാണ് PI എന്നുള്ളത്. ഇനി എങ്ങനെയാണ് നമ്മൾ T സെക്കൻഡിന് ശേഷം ടോട്ടൽ പ്രഷർ കാണുക? P ടോട്ടൽ പ്രഷറാണ്. P ടോട്ടൽ ഈസ് ഈക്വൽ ടു ആരുടെയൊക്കെ പ്രഷറാണത്? PA പ്ലസ് PB പ്ലസ് PC ആണ്. കാരണം നമ്മൾ ഡാൽട്ടൺസ് ലോ പഠിച്ചിട്ടുണ്ട്. ഡാൽട്ടൺസ് ലോ അനുസരിച്ച് ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് അതിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ഗ്യാഷ്യസ് റിയാക്റ്റൻസിൻ്റെ അല്ലെങ്കിൽ ഗ്യാഷ്യസ് ഏതൊക്കെ ഗ്യാസ് ഉണ്ടോ ആ ഗ്യാസിൻ്റെ ഒക്കെ ടോട്ടൽ പ്രഷർ കൂട്ടിക്കഴിയുമ്പോഴാണ് ടോട്ടൽ പ്രഷർ കിട്ടുന്നത്. അപ്പോൾ P ടോട്ടൽ എന്ന് പറഞ്ഞാൽ PA പ്ലസ് PB പ്ലസ് PC. ഇനി നോക്കാം, നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന PA കണ്ടുപിടിക്കണം നമുക്ക്. അതിന് മുന്നേ ഒന്നുകൂടെ നോക്കാം. P ടോട്ടൽ എന്ന് പറയുന്നത് PAയുടെ പ്രഷർ ഇപ്പോൾ T സെക്കൻഡിന് ശേഷം നമുക്കറിയാം PI മൈനസ് എക്സ് ആണ് അല്ലെ. പ്രഷർ ഓഫ് B ഇറ്റ് ഇസ് എക്സ്, പ്രഷർ ഓഫ് C അഗെയിൻ എക്സ്. അപ്പോൾ P ടോട്ടൽ സപ്പോസ് PT എന്ന് എടുക്കാം നമുക്കതിനെ. PI മൈനസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് എന്താ വരിക? ഇറ്റ് ഈസ് PI മൈനസ് എക്സും പ്ലസ് എക്സും പോയി കഴിഞ്ഞാൽ PI പ്ലസ് എക്സ് വരും. P ടോട്ടൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എക്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും വരിക? എക്സ് ഈസ് ഈക്വൽ ടു P ടോട്ടൽ മൈനസ് PI ആണ്. ഇങ്ങനൊരു കണ്ടീഷൻ നമുക്ക് കിട്ടി. ഇനി ഒരു കാര്യം കൂടെ നോക്കാം. നമുക്ക് കാണേണ്ടത് എയുടെ പ്രഷർ കാരണം T സെക്കൻഡിന് ശേഷം എ എത്ര ബാക്കിയുണ്ട്, എത്ര ബാക്കിയാണ് എയുടെ പ്രഷർ ഉള്ളത് എന്ന് കാണും. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് PA ഈസ് ഈക്വൽ ടു, നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ ഇക്വേഷൻ, ദാറ്റ് ഈസ് PI മൈനസ് എക്സ് ആണല്ലോ PA എന്ന് പറയുന്നത്. PI മൈനസ് എക്സ് അല്ലേ. ആഫ്റ്റർ T സെക്കൻഡിന് ശേഷം എയുടെ പ്രഷർ PI മൈനസ് എക്സ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു PI മൈനസ് എക്സിന് പകരം നമുക്ക് ഈ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, PT മൈനസ് PI അല്ലേ. ദാറ്റ് ഈസ് PA ഈസ് ഈക്വൽ ടു PI മൈനസ് PT പ്ലസ് PI. ഓക്കെ, then it become 2PI മൈനസ് PT. അപ്പോൾ നമുക്ക്
പി എ എന്നുള്ള ടേം കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ പി ടോട്ടൽ കിട്ടിയിട്ടുണ്ട്, ഇനീഷ്യൽ പ്രഷറും അറിയാം. അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയാം. ആഫ്റ്റർ ടി സെക്കൻഡ് പി എ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ റിയാക്റ്റന്റിന്റെ പ്രഷർ ടി സെക്കൻഡിന് ശേഷം 2pi മൈനസ് പി ടി ആണെന്നറിയാം. ഇനീഷ്യൽ പ്രഷർ പി ഐ ആണെന്ന് അറിയാം. ഇനി നമുക്കൊന്ന് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഒരു കാര്യം കൂടെ, ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കേസിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് കാണുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. 2.303 by T into log initial concentration R0 by the concentration of the reactant at the time T. ഇങ്ങനെയല്ലേ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഈ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷന് പകരം പ്രഷർ അപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ K is equal to 2.303 by T into log ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? കോൺസെൻട്രേഷന് പകരം നമ്മൾ പ്രഷറാണ് എടുക്കുന്നത്. ഇനീഷ്യൽ പ്രഷർ പി ഐ ഡിവൈഡഡ് ബൈ പ്രഷർ ആഫ്റ്റർ ടി സെക്കൻഡ്, അതായത് റിയാക്റ്റന്റിന്റെ പ്രഷർ ടി സെക്കൻഡിന് ശേഷം നമുക്ക് അറിയാവുന്നത് 2pi മൈനസ് പി ടി. അപ്പോൾ ഇതാണ് നമുക്ക് ഗ്യാഷ്യസ് റിയാക്റ്റൻസും പ്രോഡക്ട്സും ഗ്യാസ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഇക്വേഷൻ. കോൺസെൻട്രേഷന് പകരം പ്രഷർ തരികയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇനി അടുത്ത സെക്ഷൻ ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ ആണ്. എന്താണ് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ? റിയാക്ഷന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ പകുതിയായി കുറയാനുള്ള സമയം, അതായത് ടൈം റിക്വയർഡ് ടു ഓക്യുപ്പൈ ഹാഫ് ഓഫ് എ റിയാക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, റിയാക്റ്റന്റിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ പകുതിയായി കുറയാനുള്ള സമയത്തെയാണ് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. അതായത് സപ്പോസ് ഒരു റിയാക്ഷൻ ഞാൻ പറയാം, എ ഗിവ്സ് പ്രോഡക്റ്റ് എന്നുള്ള ഒരു റിയാക്ഷൻ. ഈ റിയാക്ഷന് നമ്മളൊരു 10 ഗ്രാം എ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. ഇത് പകുതിയായി കുറയും എന്ന് വെച്ചാൽ 5 ഗ്രാമായി കുറയാൻ വേണ്ടി എടുത്തിരിക്കുന്ന ടൈം എന്താണോ അതാണ് ടി ഹാഫ് എന്ന് പറയുന്നത്. ഇനി നോക്കൂ, സീറോ ഓർഡർ റിയാക്ഷനിൽ നമ്മൾ ഈ ടി ഹാഫ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ, സീറോ ഓർഡർ റിയാക്ഷനിൽ നിങ്ങൾക്ക് റേറ്റ് കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ അറിയാം. K is equal to initial concentration minus concentration after the time T. This is the rate equation, integrated rate equation for the zero order reaction. That is rate constant equal to initial concentration minus the concentration after time T. ഇനി നമ്മളിതിനെ ഹാഫ് ലൈഫ് കണ്ടെത്താൻ പോവാണ്. ഹാഫ് ലൈഫിന് നമ്മൾ ടി ഹാഫ് എന്നാണ് എടുക്കുന്നത്. അതായത് റിയാക്ഷൻ പകുതിയായി കുറയാനുള്ള അല്ലെങ്കിൽ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ പകുതിയായി കുറയാനുള്ള ടൈം ടി ഹാഫ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്താൽ K ഈക്വൽ ടു R0 മൈനസ് റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ പകുതിയായി കുറയുന്നു. ദറ്റ് ഈസ് അപ്പോൾ ബാക്കി എത്രയായിരിക്കും? R0/2 അല്ലേ ഉണ്ടാവുള്ളൂ. R എന്ന് പറയുന്നത് R0/2 ആയിരിക്കും, കാരണം ടി ഹാഫ് ആകുമ്പോഴേക്ക് റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ പകുതിയായി കുറഞ്ഞിരിക്കും ബൈ ടി ഹാഫ്. Then K is equal to R0 minus 1/2. R0 എത്രയാണ് വരിക? R0/2 അല്ലേ വരിക? by 2 by T half ആണല്ലോ. ഇനി നമുക്ക് ടി ഹാഫിനെ ഇങ്ങോട്ട് എടുത്ത് K അങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ T half is equal to R0/2K എന്ന് വരും. This is the equation to find out the T half for a zero order reaction. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ടി ഹാഫ് സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് പീരീഡ് ആ റിയാക്ഷന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ടി ഹാഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R0. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് സീറോ ഓർഡർ റിയാക്ഷന്റെ ടി ഹാഫ് മാറിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് ടി ഹാഫും കൂടും. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് ടി ഹാഫ് കുറയും ചെയ്യും. ഓക്കെ, അതാണ് ഈ കേസിൽ. നമ്മൾ അതിനൊരു ഗ്രാഫ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് വരച്ചാൽ, സപ്പോസ് ഇവിടെയാണ് കോൺസെൻട്രേഷൻ എടുത്തിരിക്കുന്നത്. സീറോ ഓർഡറിന്റെ ടി ഹാഫ് വൈ ആക്സിസിൽ വരയ്ക്കുകയാണ് ഞാൻ. ഓക്കെ, ദെൻ നമുക്ക് കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് ടി ഹാഫ് കൂടുന്ന ഗ്രാഫാണ് കിട്ടുക. അപ്പോൾ ഇതാണ് വരിക ടി ഹാഫ് എഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ കൂടുമ്പോൾ സീറോ ഓർഡർ റിയാക്ഷന്റെ ടി ഹാഫ് കൂടിയിരിക്കും. അപ്പോൾ ഇനി നോക്കിക്കോളൂ, ഇനി ഞാൻ ടി ഹാഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്
ടി ഹാഫ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നോക്കിക്കോളൂ, നമ്മൾ കെ ഈസ് ഈക്വൽ ടു 2.303 ടി ഹാഫ് ആണല്ലോ ബൈ ടി ഹാഫ്, പകുതിയായി കുറയുന്ന സമയത്ത് ലോഗ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ R0 ആണ്. നമുക്കറിയാം പകുതിയായി കുറയുമ്പോഴേക്ക് റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷനും പകുതിയായി കുറയും. അപ്പോൾ R0/2 വരും. ഓക്കെ, ഇനി നോക്കാം നമുക്ക് K is equal to 2.303 by T half into log ഈ R0 ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1/1/2 എന്ന് വരും. 1/1/2, അതായത് K is equal to 2.303 by T half into log 1/1/2 എന്ന് പറഞ്ഞാൽ 2 ആയി മാറില്ലേ. അപ്പോൾ log 2, that is T half is equal to 2.303 by K into log 2ന്റെ വാല്യൂ ഇറ്റ് ഈസ് 0.3010 ആണ്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് T half is equal to 0.693 by K ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അതായത് ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ടി ഹാഫിന് വേരിയബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. 0.693 എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് വാല്യൂ ആണ്. കെ എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ്, റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. അത് ഓരോ റിയാക്ഷനും കൃത്യമായ വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ ടി ഹാഫ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ്. റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനുമായിട്ട് ഒരു ബന്ധവുമില്ല ടി ഹാഫിന്. ഏത് പർട്ടിക്കുലർ റിയാക്ഷൻ്റെ ടി ഹാഫും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് നമ്മൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്യുന്നു, എക്സ് ഗിവ്സ് പ്രോഡക്റ്റ് എന്നുള്ള ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ കോൺസെൻട്രേഷൻ എത്രയോ ആയിക്കോട്ടെ, നിങ്ങൾ തുടങ്ങുന്നത് 10 ഗ്രാം വെച്ചായാലും 20 ആയാലും 5.5 ഗ്രാം വെച്ചായാലും എത്രയോ ആയിക്കോട്ടെ, ഈ റിയാക്ഷൻ്റെ ടി ഹാഫ് കോൺസ്റ്റൻ്റ് വാല്യൂ ആയിരിക്കും. അത് 20 ഗ്രാം ആയാലും 10 ഗ്രാം ആയാലും 5.5 ഗ്രാം ആയാലും ഒക്കെ ശരി, ഈ റിയാക്ഷൻ്റെ ടി ഹാഫ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് T half is independent of initial concentration for first order reaction. Okay. അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന് ടി ഹാഫ് വെച്ചൊരു ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ടി ഹാഫ് എഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഫോർ ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എങ്ങനെയാണ് ഗ്രാഫ് വരിക? ഗ്രാഫ് എന്ന് പറയുന്നത് വേരിയേഷൻ ഒന്നും ഉണ്ടാവില്ല, ടി ഹാഫ് കോൺസ്റ്റന്റ് ആണ്, കോൺസെൻട്രേഷൻ എത്രയായാലും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടുക. അതായത് പാരലൽ ടു എക്സ് ആക്സിസ് വരുന്ന ഗ്രാഫാണ് കിട്ടുക. കാരണം ടി ഹാഫ് മാറുന്നില്ലല്ലോ. അപ്പോൾ രണ്ട് ഗ്രാഫ് ഓർമ്മിക്കുക, ടി ഹാഫ് ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ ആൻഡ് ഫോർ ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അപ്പോൾ നമ്മളിനി അടുത്തത് സീഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് സീഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? നമ്മൾ ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്യുന്നു. ഈ ഒരു കോമ്പൗണ്ട് ഇത് എസ്റ്റർ ആണ്, അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ COO ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അത് എസ്റ്റർ ആണ്. ഈ എസ്റ്ററിനെ ഹൈഡ്രോളിസിസ് ചെയ്യാണ്. ഹൈഡ്രോളിസിസ് ചെയ്ത് നമുക്കൊരു ആസിഡും ആൽക്കഹോളാണ് കിട്ടുക. ഒരു കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും കിട്ടും. അപ്പം നോക്കിക്കോളൂ, നമ്മൾ എടുത്തിരിക്കുന്ന എസ്റ്റർ അതിനെ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇനീഷ്യലി എസ്റ്ററിൻ്റെ കോൺസെൻട്രേഷൻ 0.01 മോൾ ആണ്. അതായത് കുറച്ച് എസ്റ്റർ ആണ്. കൂടുതൽ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് 10 മോൾ വാട്ടർ ഉണ്ട്. റിയാക്ഷൻ നടന്നു, കംപ്ലീറ്റ് ആയി. അപ്പോൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എസ്റ്റർ ഇല്ലല്ലോ, അത് കംപ്ലീറ്റും റിയാക്ട് ചെയ്ത് പോയി 0 മോളായി മാറി. എത്ര മോൾ അസിറ്റിക് ആസിഡ് ഉണ്ടായിട്ടുണ്ട്? 0.01 മോൾ ഉണ്ടായിട്ടുണ്ട്. ആൽക്കഹോളും 0.01 മോൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇക്വേഷൻ അനുസരിച്ച് ഒരു എസ്റ്റർ റിയാക്ട് ചെയ്താൽ ഒരു ആസിഡും ഒരു ആൽക്കഹോളുമാണ്. അപ്പോൾ 0.01 റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.01 എസ്റ്ററും ആസിഡും 0.01 ആൽക്കഹോളും കിട്ടും. പക്ഷെ വാട്ടറിൻ്റെ ക്വാണ്ടിറ്റിയിലുള്ള വ്യത്യാസം നോക്ക്. ഒരു എസ്റ്ററിന് റിയാക്ട് ചെയ്യാൻ ഒരു വാട്ടർ മോളിക്യൂളാണ് വേണ്ടത്. അപ്പോൾ 0.01 മോളിന് റിയാക്ട് ചെയ്യാൻ 0.01 അല്ലേ വാട്ടർ വേണ്ടു. ബാക്കി എത്രയുണ്ട്? 9.99 മോൾ ബാക്കിയാണ്. എന്ന് വെച്ചാൽ ഈ റിയാക്ഷനിൽ വാട്ടറിൽ ഉണ്ടാകുന്ന കോൺസെൻട്രേഷനിലുള്ള വ്യത്യാസം വളരെ കുറവാണ്, വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റേറ്റ് ഇക്വേഷൻ എഴുതുമ്പോൾ K is equal to ഇക്വേഷൻ അനുസരിച്ച് ഇങ്ങനെയാണ് എഴുതുക. ദറ്റ് ഈസ് CH3 COOCH3 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ. അല്ല, ഇക്വേഷൻ അനുസരിച്ച് അങ്ങനെ എഴുതാം, കാരണം രണ്ട് റിയാക്റ്റൻ്റ് ഉണ്ട് ഇവിടെ, രണ്ടും കാണിക്കാം നമുക്ക്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഈസ് ടു ബി 2, കാരണം ഇത് 1 ആണ്, ഇത് 1 ആണ്. 1 + 1 ഓർഡർ എത്രയാണെന്ന് തോന്നാൻ നമുക്ക് 2 ആണെന്ന് തോന്നാം.
ഓർഡർ 2. പക്ഷെ ആക്ച്വലി ഇത് ഓർഡർ 2 അല്ല വരുന്നത്. കാരണം നമ്മുടെ റേറ്റ് ഇക്വേഷനിൽ വാട്ടറിനെ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം വാട്ടറിന് ഉണ്ടാകുന്ന വേരിയേഷൻ വളരെ ചെറുതാണ്. വാട്ടറിൻ്റെ കോൺസെൻട്രേഷനിൽ കാര്യമായ വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ റേറ്റ് ഇക്വേഷനിൽ R is equal to K into ചെറിയൊരു കറക്ഷൻ ഉണ്ട് നമ്മൾ എഴുതിയത്. ഇവിടെ ഇങ്ങനെയായിരുന്നു ഇക്വേഷൻ. R is equal to K into ആണ്. എന്നാണല്ലോ ചെറിയ തെറ്റിപ്പോയതാണ്. R is equal to K into concentration of ester into water ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ആക്ച്വലി എന്താണ് റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് CH3 COO CH3. ഇതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. വാട്ടറിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം വാട്ടർ എക്സസ് എമൗണ്ടിലുണ്ട്. അതിനുണ്ടാകുന്ന വേരിയേഷൻ കോൺസെൻട്രേഷൻ വേരിയേഷൻ വളരെ ചെറുത് മാത്രമാണ്. അപ്പോൾ നമുക്ക് റേറ്റ് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. R is equal to K into concentration of ester. That means the order of the reaction is equal to 1 ആണ്. അപ്പോൾ റിയാക്ഷൻ കാണുമ്പോൾ നമുക്കത് ഹയർ ഓർഡർ ആണെന്ന് തോന്നും. പക്ഷെ ആക്ച്വലി അത് ലോവർ ഓർഡർ ആയിരിക്കും. അങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് സീഡോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സീഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? The reaction seems to be higher order but actually follows first order is called pseudo first order reaction. The reaction seems to be higher order but actually follow the first order, that is called pseudo first order reaction. അപ്പോൾ എസ്റ്ററിൻ്റെ ഹൈഡ്രോളിസിസ് ഒരു എക്സാമ്പിൾ ആണ്. അതേപോലെ തന്നെ ഷുഗറിൻ്റെ ഇൻവേർഷൻ. ഷുഗർ എന്ന് പറഞ്ഞാൽ സീറ്റോൾ H22O11 സുക്രോസ് ആണ്. സുക്രോസ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഗീവ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. അപ്പോൾ ഈ റിയാക്ഷനിലും വാട്ടർ എക്സസ് ആണ്. അപ്പോൾ ഇതിൽ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. കാണുമ്പോൾ സെക്കൻഡ് ഓർഡർ ആണെന്ന് തോന്നുമെങ്കിലും ഫസ്റ്റ് ഓർഡർ ആണ് ഇത്. ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ എന്നാണ് നമ്മൾ ഈ റിയാക്ഷന് പറയുന്നത്.